നമസ്കാരം സാജു. നമസ്കാരം വിശാലടി. നമസ്കാരം. എന്തേ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി പോകുന്നത്? അല്ല, ഞാൻ അവിടെ നിന്നിട്ടേ അവിടെ നിൽക്കുമ്പോ ഇവിടെ അടിച്ചുപൊളി പാട്ടിട്ട് കൈകൊട്ടിക്കളി പാട്ടാ, ഓണക്കളിപ്പാട്ട് പാടിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും പാട്ടുകളൊക്കെ കൂടെ നടക്കുമ്പോ ആസ്ഥാന ഗായകനായി എനിക്കൊരു പാട്ട് പാടിയില്ല എന്താ? അല്ല, നിങ്ങളിപ്പോ എല്ലാ എപ്പിസോഡിലും പാടുന്നുണ്ടല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിലും നല്ലതായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചെന്നുള്ളൂ. അല്ല, നല്ല സാധനങ്ങൾ. ഞാനിപ്പോ മോശ സാധനങ്ങളൊന്നും ഇവിടെ ഇറക്കിയിട്ടില്ലല്ലോ. അല്ല, നല്ലതാണ് ചേട്ടന്നേ. അല്ല, അങ്ങനെ പറയില്ല സാജുൻ അറിയാഞ്ഞിട്ടാ പുള്ളി. എനിക്ക് നമസ്കാരം തന്നില്ല വന്നപ്പോ, എന്നോട് ചോദിക്കണ്ട. നമസ്കാരം ദേന. ഇനി സംസാരം. കേക്കാം. അപ്പൊ നല്ലൊരു സാധനം ആ സാജുവല്ലേ പാടിയത്? അതെ. അപ്പൊ അതിന്റെ ചുവട് പിടിച്ചിട്ട് കിടുക്കാച്ച സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ഓണക്കളിയാണോ? അല്ല, ഞാൻ കൂടുതൽ മെലഡിയാണ്. ഇനിയിപ്പോ ഓണക്കളി നമ്മൾ ഇട്ടിട്ട് പുള്ളിനെ ഇത് ചെയ്യണില്ല. പുള്ളിയായിട്ട് കോമ്പറ്റീഷൻ നിൽക്കുന്നില്ല, ദേവസഭാതലം കളിക്കുന്നില്ല. അതെ, വേറെ എടുക്കുക. വേറെ എടുക്കാം. ആയിക്കോട്ടെ. കല്യാണം ജൂണില, തിരുവോണം നാളില, ചെക്കൻ ദുബായില, എത്താനായി ലീവില്ല, ബ്ലോക്കാണ് വൈറ്റില, ഷോർട്ട് കട്ട് വെണ്ണല, പിടാകെ ലോണില, കല്യാണം ജൂണില, തിരുവോണം നാളില. എനിക്കിപ്പോ അതല്ലേ പേടി, നമ്മുടെ പരിപാടിയിൽ മമ്മൂക്ക് ഗസ്റ്റ് ആയിട്ട് വന്നു ആൾക്കാർ വിചാരിക്കുമല്ലോ, അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഗംഭീരം. അല്ല, ഞാൻ ചോദിച്ചട്ടെ, നമ്മുടെ ഈ സാജു പാടിയ ഓണക്കളിപ്പാട്ട് പോലെ അല്ല, നിങ്ങൾ എവിടുന്ന പാട്ട് പഠിച്ചത് അമ്മാവാ? അല്ല, ശരിക്കും ഈ പാട്ടുകൾ പഠിപ്പിക്കണ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആരാത്? അവൻ ഗാനഭൂഷണം ഗാനപ്രവീണൊക്കെ പാസ്സായിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെ പാട്ട് പഠിപ്പിച്ചത് ബാബുവാണ്. ആരെയും ബാബു ഗായകനാക്കും, ഗാനഭൂഷണമാണവൻ. ആരെയും ബാബു ഗായകനാക്കും, ഗാനഭൂഷണമാണവൻ. ചമ്രവട്ടത്തെ പള്ളിയിൽ പാടി കമ്രവെള്ളികൾ തൂകിയവൻ. ആരെയും ബാബു ഗായകനാക്കും, ഗാനഭൂഷണമാണവൻ. ഞങ്ങള് അടുത്ത ആളെ വിളിച്ചോട്ടെ എന്നാല്. ഇനിയും പാട്ട് വേണ്ട, നിർബന്ധമില്ല, അതാണ്. സാജു വീണ്ടും ഒന്ന് കാണാം. അയ്യോ, കാണാം. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ ഈ രണ്ടെണ്ണം നമുക്ക് നഷ്ടമായി കേട്ടോ. അടിപൊളി. ഓക്കെ.